TP സിന്ധുമോൾ, ഇതാണ് കോൺഗ്രസിന്റെ വിമർശനം. രാഹുലും ഇക്കാര്യമാണ് പാർലമെന്റിലെ പ്രസംഗത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാഴ്ച, ഇതിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതായിരുന്നു. ശ്രീ സിന്ധുമോൾ. ഞാൻ കേൾക്കുന്നുണ്ട് മഞ്ജുഷയെ. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ സേനാപതി വേണു അദ്ദേഹം വീണ്ടും വീണ്ടും ഈ കോൺഗ്രസിന്റെ പഴയ ചരിത്രത്തിലേക്ക് എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുപോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിക്കട്ടെ. ഈ കോൺഗ്രസ് ഇത്രയധികം ധീരോദാത്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ശശി തരൂര് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൈയടിക്കുകയും നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുകയും ഈ സർക്കാരിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത്? ശ്രീ സേനാപതി വേണു, ശശി തരൂര് BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട MP അല്ല. അദ്ദേഹം നട്ടലോടുകൂടി നരേന്ദ്രമോദിയുടെ സംഘത്തോടൊപ്പം ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയാൻ, എന്താണ് പാകിസ്ഥാൻ എന്ന് പറയാൻ അദ്ദേഹം നട്ടലോടുകൂടി മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലം കൊടുക്കാത്ത അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ പോയിട്ട് ഒരടി മണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസുകാരുടെ നിലപാട്, സിംല കരാർ തൊട്ട് അക്സായി ചിന്നിനെ 38,000 ചതുരശ്ര കിലോമീറ്റർ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ പോയിന്റിലേക്ക് എത്തിക്കും. എന്താ പറഞ്ഞത്? പുല്ല് പോലും മുളയ്ക്കാത്ത ഭൂമി കൊടുത്തത് കൊണ്ട് എന്താ നഷ്ടം? ഇന്ത്യയുടെ 38,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി തിരിച്ചു കൊടുത്ത കോൺഗ്രസിന്റെ നേതാവ് നെഹ്റു പറഞ്ഞ വാചകം നിങ്ങൾ ഇന്നിവിടെ വേറെ രൂപത്തില് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ അഖണ്ഡതയെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ല. ഇവിടെ എന്താണ് ചിദംബരത്തിന് കൊടുത്ത മറുപടി? അമിത്ഷാജി അദ്ദേഹം ചിദംബരത്തിന് മറുപടി കൊടുത്തു. തെളിവ് വേണമെന്ന് പറഞ്ഞു. തെളിവ് കൊടുത്തില്ലേ? റൈഫിളുകൾ ഞാൻ മുന്നിൽ വെക്കുന്നു, വോട്ടർ ID നമ്പറുകൾ ഞാൻ മുന്നിൽ വെക്കുന്നു. പാകിസ്ഥാനികളല്ല എന്നുള്ളതിന് എന്ത് തെളിവാണ് കൂടുതൽ വേണ്ടത്? അതെല്ലാം ഞാൻ സിന്ധുമോൾ, അതിൽ കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്, സേനാപതി വേണു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇത്രയും നാൾ എന്നാണ് ഏപ്രിൽ 22 ശേഷം 1, 2, 3 മാസം ഇവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശ്രീനഗറിലാണല്ലോ ഓപ്പറേഷൻ മഹാദേവ് നടന്നത്. അതായത് 3 മാസം ഇവർ രാജ്യത്തുണ്ടായിരുന്നു. ഇത് ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ്. മഞ്ജുഷേ, അവര് 3 മാസം ഉണ്ടായിരുന്നു, 6 മാസം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം. ഇവിടെ പഹൽഗാം അക്രമത്തിൽ നമ്മുടെ 26 സഹോദരങ്ങൾ കൊല്ലപ്പെട്ടതിനു ശേഷം അവരെ കുറിച്ചുള്ള അന്വേഷണം ഇവിടെ സേനയും ഈ സർക്കാരും നടത്തുന്നുണ്ട്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. അങ്ങനെ സംശയിക്കാൻ തക്ക യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല 2 ആഴ്ചക്കകം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് മറുപടി കൊടുത്തു. ഇവിടെ പറയുന്നുണ്ടല്ലോ, പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ വീഴ്ത്തി എന്നല്ല ചോദിക്കുന്നത്, ഇന്ത്യയുടെ എത്ര വിമാനം പോയി എന്നാ ചോദിക്കുന്നത്. അതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഒക്കെ നിലപാട്. അപ്പോ 2 ആഴ്ചക്കകം തിരിച്ചു മറുപടി കൊടുക്കുന്നു. ആ 2 ആഴ്ചക്ക് അകം മറുപടി കൊടുത്തപ്പോൾ കേവലം 20 മിനിറ്റിന്റെ ഉള്ളിൽ ഈ UPA സർക്കാരിന്റെ കാലത്ത്, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇവിടെ വിരാജിച്ചിരുന്ന, ഇവിടെ സർവ്വ സൈന്യാധിപന്മാരായി നടന്നിരുന്ന, ഇന്ത്യയിൽ പോലും നടന്നിരുന്ന 8 പാകിസ്ഥാനി തീവ്രവാദികളെ വധിച്ചുകൊണ്ടാണ് സൈന്യം ആ നടപടികൾ പൂർത്തിയാക്കിയത്. ഓപ്പറേഷൻ മഹാദേവ് ഈ പറയുന്ന ഭീകരവാദികളെ നിശേഷം ഉന്മൂലനം ചെയ്തു. അതിനുശേഷം അവരുടെ കൈ എവിടെയെങ്കിലും പൊങ്ങിയോ? ശ്രീ സേനാപതി വേണു, ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്തുവാൻ ഈ രാക്ഷസന്മാരുടെ കൈകൾ എവിടെയെങ്കിലും പൊങ്ങിയോ? ഇല്ലല്ലോ. അപ്പോ അത്ര കൃത്യമായി ഇവിടെ നിലപാടെടുത്ത ഒരു ഗവൺമെന്റ്, രാജ്യം മുഴുവൻ ഒന്നിച്ച ഗവൺമെന്റിന്റെ ഒപ്പം നിന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ നാനാ പട്ടോല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് പഹൽഗാമില് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് പുൽവാമയിൽ 40 സൈനികര് കൊല്ലപ്പെട്ടപ്പോ പറഞ്ഞ എന്താ? കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടെന്ന് നിസാരവൽക്കരിച്ച നേതാവാ നിങ്ങളുടെ രാഹുൽ ഗാന്ധി. ഇപ്പൊ അമേരിക്കൻ പൗരത്വത്തിന് കയറി ഇറങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെ? ചിദംബരം പറഞ്ഞത് തെളിവ് വേണമെന്ന്. ഈ കേരളത്തിലേക്ക് വന്നാൽ ആന്റണി എന്താ പറഞ്ഞത്? നിങ്ങളുടെ ബഹുമാന്യനായ MP ഇവിടെ പാകിസ്ഥാനികളാണോ ഇത് ചെയ്തത്, പാകിസ്ഥാൻ ഭീകരവാദികളാണോ ചെയ്തതെന്ന് തെളിവില്ല എന്ന്. ശരി, ശ്രീ മോഹൻ വർഗീസ് തെളിവ് ആവർത്തിച്ച്